ഭയങ്കര ദുരിതം പിടിച്ച ഒരു റോഡാണ്. ഇത് എത്രയും പെട്ടെന്ന് വൃത്തിയാക്കി തരണം. ഇതെല്ലാം മാലിന്യമായിട്ട് കിടക്കുക. 6 മാസം എന്ന് പറഞ്ഞാൽ ആടിന്റെ പ്രസവം അല്ലല്ലോ, ഇതൊരു ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയല്ലേ. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കരയിലെ ചന്തയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള പ്രധാന വഴി മലിനമായി കിടക്കുകയാണ്. മഴ കൂടി ശക്തമാകുന്നതോടെ ഇതുവഴിയുള്ള സഞ്ചാരം ദുസ്സഹമാണെന്ന് ആളുകൾ വ്യക്തമാക്കുന്നു. ഈ മാർക്കറ്റിൽ പോകാനുള്ള മെയിൻ വഴികളത് 1-2 ഇതുകൊണ്ട് ഇതെല്ലാം മാലിന്യമായിട്ട് കിടക്കുക. അത് മുനിസിപ്പാലിറ്റിയുടെ മാർക്കറ്റല്ലേ മെയിനായിട്ട് പോയിരിക്കുന്നത്. മുനിസിപ്പാലിറ്റിക്ക് ബെനിഫിറ്റ് ഇല്ലാതെ മാർക്കറ്റ് ഉണ്ടാക്കത്തില്ലല്ലോ. അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ മാർക്കറ്റ് ചുമ്മാതാരെ അവിടെ ഇരുത്തത്തില്ല. ഇതൊക്കെ അവർ നാളെ എല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് പോവുക. ഇത് പാർക്കിംഗ് ഏരിയ ആണെന്ന് പറയുന്നത്. ചന്തയും ഇതുമായിട്ടൊരു ബാധകവുമില്ല. ചന്ത മേളിലാണ്. ചന്തയിലോട്ട് പോകുന്ന മെയിൻ വഴിയാണ് ഇത്. നീ നന്നാക്കി തന്നെങ്കിലല്ലേ ജനങ്ങൾക്ക് പോകാൻ പറ്റൂ. ഈ വഴിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ അഴുക്കുകളൊക്കെ ഇപ്പം മെനഞ്ഞാന്ന് മൂലം അങ്ങ് മാറ്റി തുടങ്ങി. ഇപ്പോൾ കുമ്മായൊക്കെ ഇട്ട് തെറ്റിക്കിടക്കുകയാണ്. അപ്പോൾ ഈ ഭാഗത്തുള്ള വഴികളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാതിരിക്കുകയും ഈ പുതിയ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്ക് ഈ ഭാഗം ഈ പുതിയ മാർക്കറ്റിലേക്ക് ഒരു പൊതുവഴിയായിട്ട് ഉപയോഗിക്കപ്പെടുകയും ചെയ്താൽ ജനങ്ങൾക്ക് വന്നു പോകുവാനും ഇവിടെ നിന്ന് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് താഴെ പ്രൈവറ്റ് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ വേണ്ടി അവർക്ക് സൗകര്യമൊരുക്കും. കൂടാതെ ഇവിടെ ലൈറ്റില്ല, വെട്ടമില്ല. കാരണം ഇവിടെ ഏതെങ്കിലും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ അർദ്ധരാത്രി വല്ലതും നടക്കുകയാണെങ്കിൽ അത് ആരാണ് എന്താണെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയുള്ളൊരു പര്യാപ്തമായ ഒരു സംവിധാനമില്ല. അതിപ്പോൾ ഒരു സ്വകാര്യ സ്ഥാപനമാണ് ചോയ്സ്. അപ്പോൾ അവർ ഒരു പൊതു മാർക്കറ്റിനെ അവർ ലൈറ്റ് ഇട്ട് തരുമെന്ന് ചോദിച്ചാൽ തരത്തില്ല. അപ്പോൾ ചെയ്യാനുള്ളത് മുനിസിപ്പാലിറ്റിയാണ്. കാരണം ഇവിടെ നിന്ന് ലക്ഷക്കണക്കിന് രൂപ മുനിസിപ്പാലിറ്റിക്ക് ഇവിടുത്തെ വ്യാപാരികൾ ചെറുകിട വ്യാപാരികൾ അവർ വളരെ ത്യാഗം ചെയ്താണ് അടയ്ക്കുന്നത്. അപ്പോൾ ഈ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർ ഇതെല്ലാം ചെയ്തു തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു പുതിയ ചന്ത താൽക്കാലികമായിട്ട് ഉണ്ടായത്. ഇപ്പോൾ പഴയ കച്ചവടക്കാരെന്ന നിലയിൽ ഇവിടെ ഇരുന്നവരുടെ ആശങ്കകളെല്ലാം മാറ്റി ചെയർമാനും അതുപോലെ ഇതിൻ്റെ പ്രതിപക്ഷ പാർട്ടികളും കൗൺസിലർമാരും സെക്രട്ടറി അടക്കമുള്ളവരുടെ നല്ല രീതിയിലുള്ള സമീപനങ്ങൾ ഞങ്ങളോടൊപ്പം വിശ്വാസത്തിലെടുക്കുകയും ഞങ്ങളെ വഴിയാധാരമാക്കത്തില്ല എന്നവർ ഉറപ്പ് തരികയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളെല്ലാവരും സന്തോഷമായിട്ട് ഇത് മാറിക്കൊടുക്കുകയും ചെയ്തത്. പിന്നെ കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ മാർക്കറ്റിൽ നിന്നും മറ്റ് പുതിയ മാർക്കറ്റിലേക്ക് വരുവാനുള്ളൊരു വഴി സഞ്ചാര യോഗ്യതമാക്കണം. ഈ ഒരു വൃത്തിഹീനമായി കിടക്കുന്നത് ഒരു പൊതു മാർക്കറ്റിലേക്കുള്ള വരവിനെ വളരെയധികം ദോഷം ചെയ്യും. അതുകൊണ്ട് ഈ വഴിയിലുള്ള അഴുക്കുകൾ മാറ്റുകയും അതുപോലെ ഈ വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യാതിരിക്കുകയും ചെയ്താൽ അതിനൊരു പോലീസിൻ്റെയോ അല്ലെങ്കിൽ വെഹിക്കിളിൻ്റെയോ ഒരു സഹായം അഭ്യർത്ഥിച്ചാൽ അവർ ഒന്നതെടുത്ത് മാറ്റുകയോ അതല്ലെങ്കിൽ പെറ്റിയടിക്കുകയോ അതല്ലെന്നുണ്ടെങ്കിൽ അവരത് ഫൈൻ ചെയ്യുകയും ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായിട്ട് മാറും. പിന്നെ താൽക്കാലിക മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ സ്ഥലപരിധി കുറവാണെങ്കിലും കാര്യങ്ങളൊക്കെ വളരെ ഉഷാറാണ്. പിന്നെ ഓരോ ഭാഗങ്ങൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് ഉദ്യോഗസ്ഥന്മാരോട് പറയുകയും അവർക്ക് ഇതിൻ്റെ ബിസിനസ്സിൻ്റെ രീതികളോ അതിൻ്റെ വ്യക്തതയെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് ഇവിടെ പൈസ അടച്ചവർക്ക് അവരൊരു ചോദിച്ച സ്ഥലങ്ങൾ അവർ നിർണ്ണയിക്കപ്പെട്ടു. അത് അവരവിടെ കച്ചവടം ചെയ്യുന്നു. ആ കച്ചവടത്തിന് ഉപരിയായിട്ട് ഇതിൻ്റെ അകത്ത് ചെയ്യാത്ത ചില ബിസിനസ്സുകൾ അതിൻ്റെ അകത്ത് താല്പര്യപൂർവ്വം ചില വ്യക്തികളുടെ വരുമാനങ്ങളോ അല്ലെങ്കിൽ പുരോഗതികളോ കണ്ടുകൊണ്ട് അതിൽ അസൂയ പൂണ്ടുകൊണ്ട് മാറ്റി ചെയ്യുവാൻ ഒരു രഹസ്യധാരണ വഴിയാണെങ്കിലും ശരി, മറ്റ് വ്യക്തികളെ കൂട്ടുപിടിച്ചാലും ശരി, അവിടെ ഓരോരുത്തർ അടച്ചിരിക്കുന്ന കടകളെ മേവാടകയ്ക്കെടുത്ത് അതിനെ അട്ടിമറിക്കുവാനും മറ്റ് ബിസിനസ്സുകളെ ബിസിനസ്സുകളെ ദുർബലപ്പെടുത്തുവാനും ശ്രമിക്കുന്നുണ്ട്. ശ്രമിക്കുന്നത് ശരിയായ ഒരു നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ സമീപ ദിവസങ്ങളിൽ 2-3 ദിവസം മാർക്കറ്റിലെ സംബന്ധിച്ചിടത്തോളം ചില വ്യാപാരങ്ങളെ കപ്പ അങ്ങനെയുള്ള ചില വ്യാപാരങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില വിഷയങ്ങളുണ്ടായി. അത് നഗരസഭ വ്യക്തമായി ഇടപെടുകയും ചെയർമാനും അതിൻ്റെ ഘടകങ്ങളും എല്ലാവരും മുനിസിപ്പൽ കൗൺസിലവരും നീതിപൂർവ്വം അത് ഇടപെടുകയും ചെയ്തു. അതിനകത്ത് ചെയർമാന് വളരെയധികം പ്രശംസനീയമാണ്. അതുപോലെ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ കൗൺസിലർമാരെല്ലാം ഈ ചന്തയുടെ പുരോഗതിക്കും അഭിവൃദ്ധിക്കും വേണ്ടി അവർ വളരെയധികം രാപകൽ വരെ കഷ്ടപ്പെട്ടു. സെക്രട്ടറി ആണെങ്കിലും ശരി, സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ മാർക്കറ്റിൻ്റെ അകത്തുനിന്ന് ഒരുപാട് മാനസികമായ പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം അനുഭവപ്പെട്ടതായിട്ട് ഞങ്ങളുടെ ചർച്ചയിൽ കൂടി ഞങ്ങൾ അനുഭവപ്പെട്ടു. പക്ഷേ അദ്ദേഹം പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഒരാളൊരു കാര്യത്തിൽ നിന്ന് പുറമോട്ട് മാറുമ്പോൾ നമുക്കുണ്ടാകുന്ന, അതുപോലെ സാബു സാറിനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം നല്ല സമീപനമാണ് ഉണ്ടായത്. കാരണം ഇത് കൊട്ടാരക്കരയെ സംബന്ധിച്ചിടത്തോളം ഒരു തിലകക്കുറി ചാർത്തണം എന്നുള്ളൊരു ആഗ്രഹം അവർക്കുള്ളത് കൊണ്ടും
ഞങ്ങളെ അനാധീനപ്പെടുത്തി കളയത്തില്ല എന്നുള്ളത് ഞങ്ങളെ വിശ്വാസത്തിലെടുക്കുകയും അതുപോലെ ചെയർമാൻ ഷാജു ആണെങ്കിലും ശരി, അവരെല്ലാവരും ശരി വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചതിൻ്റെ തിക്തഫലമാണ് നമുക്ക് ഈ മാർക്കറ്റ് ഉണ്ടാകാൻ വരികയാണ്. അപ്പോൾ ഈ മാർക്കറ്റിനെ ഇതൊരു ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയല്ലേ. അപ്പോൾ ആ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം കാലാവസ്ഥകൾ നോക്കണം. ഇപ്പോൾ ഇതിൻ്റെ കിടക്കുന്ന ചവറുകളെയോ എല്ലാം മാറ്റിയെടുത്ത് അതിൻ്റെ പ്ലാനിങ് തറ തട്ടി നിരത്തണം, അതിൻ്റെ സ്കെച്ച് പ്ലാന് മറ്റ് കാര്യങ്ങളെല്ലാം ശരിയാക്കണം, പേസ്മെൻറ്റ് ബലപ്പിക്കണം. ഇതിനൊക്കെ കാലോചിതമായുള്ള സമയങ്ങളെടുക്കും. ആ സമയങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വ്യക്തമായിട്ട് പറയാനൊക്കത്തില്ല. ഇതിൻ്റെ പ്ലാനിനെ കുറിച്ചൊക്കെ നമുക്ക് ആധികാരികമായിട്ട് പറയാനൊക്കത്തില്ല. കാരണം ഇതിൻ്റെ രീതികളൊന്നും നമ്മളല്ലല്ലോ ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഒരു പഞ്ചായത്തിൻ്റെ കീഴിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിൻ്റെ കീഴിലോ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്കോ ഇതിൻ്റെ അകത്ത് ഇടപെടാനൊക്കത്തില്ല. കാരണം അതിൻ്റെ ഉദ്യോഗസ്ഥരുണ്ട്, അവർ അതിൻ്റെ പ്ലാൻ എഞ്ചിനീയറുണ്ട്, അതിൻ്റെ ഓവർസിയറുണ്ട്, അവരെല്ലാം നടപടിയെടുക്കും. പിന്നെ ഒരു രൂപരേഖ തയ്യാറാക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ചിത്രം നമുക്ക് തെളിഞ്ഞു വരും. ആ ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഉള്ളിലുള്ള പണികളെ സംബന്ധിച്ചിടത്തോളം, ബാത്റൂമിൻ്റെ സംബന്ധിച്ചിടത്തോളം, പിന്നെ അതുപോലെ കാർ പാർക്കിങ്ങിനെ സംബന്ധിച്ചിടത്തോളം, പിന്നെ അതുപോലെ മറ്റ് കുടിസായ റൂമുകൾ കെട്ടാതെ ശരി വിശാലമായിട്ട് ശരി പൈസകളൊക്കെ കൂടിയാലും ഇവിടെ ഇരിക്കുന്നവരുടെ സ്ഥലങ്ങൾ കൊടുത്തതിന് ശേഷം, അതുപോലെ പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ പുതിയ മാർക്കറ്റ് നിർമ്മിക്കുമ്പോൾ തന്നെ ചെയ്യേണ്ടത് കാര്യം, ഈ പഴയ മാർക്കറ്റിൽ നിന്നും പുതിയ മാർക്കറ്റിലേക്ക് പോയപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരുന്ന സ്ഥലത്തിനുപരി ചെറുതും വലുതുമായ സ്ഥലങ്ങൾ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. 3000 രൂപ അടയ്ക്കുന്നവർക്കും 5000 രൂപ അടയ്ക്കുന്നവർക്കും 10000 രൂപ അടയ്ക്കുന്നവർക്കും 25000 രൂപ അടയ്ക്കുന്നവർക്കും എല്ലാം ഏകദേശമൊക്കെ ഒരു 5 ലിങ്സിൻ്റെ വ്യത്യാസത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ സ്ഥലപരിധികളും ഉള്ളത് കൊണ്ട് എല്ലാവരും സഹകരിക്കുകയും, എന്നാൽ ഈ പുതിയ ചന്തയുടെ താൽക്കാലിക മാർക്കറ്റിൻ്റെ ബാക്ക് വശം ഏതാണ്ട് ഒരു 10 ആൾക്കാർക്ക് കച്ചവടം ചെയ്യാനുള്ളൊരു അവസരമുണ്ട്. പക്ഷേ അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇത് ആദ്യം തന്നെ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഒരു പൊതു മാർക്കറ്റിനെ ഒരു സബ് ജയിൽ പോലുള്ളൊരു വഴിയായിട്ടാണ് ഫ്രണ്ട് കാണുന്നത്. സാധാരണ പബ്ലിക് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു 10 വണ്ടി പാർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ 10 സ്കൂട്ടർ പാർക്ക് ചെയ്യാനോ, അതല്ലെന്നുണ്ടെങ്കിൽ ഇന്നത്തെ സാഹചര്യങ്ങളിൽ ജനങ്ങളൊക്കെ സഞ്ചാരയോഗ്യമായി പോകാനൊക്കെ ഇത് ചെയ്യണം. പക്ഷേ ഇതിനൊന്നും സമയം കൊടുത്തില്ലെന്ന് മാത്രമല്ല, ഇതിനൊക്കെ ചില തൽപര കക്ഷിക്കാർ അതിൻ്റെ സ്വാധീനം കൊണ്ടോ അതല്ലെന്നുണ്ടെങ്കിൽ അവരെ കീഴ്പ്പെടുത്തിയോ അല്ലെങ്കിൽ അവരെ ദുർബലപ്പെടുത്തുകയോ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് ചെയ്തു വെച്ചതിൻ്റെ ഒരു തിക്ത അനുഭവം ഇവിടെ കിടപ്പുണ്ട്. അതുപോലെ കയറിപ്പോകുന്ന ഭാഗത്ത് ലെഫ്റ്റ് സൈഡിൽ ഒരു 2-3 കടയുണ്ട്. ആ കട തീർച്ചയായിട്ടും അങ്ങനെയല്ല വരേണ്ടത്. യഥാർത്ഥത്തിൽ ഒരു പ്ലാനിങ്ങിനനുസരിച്ചാണെങ്കിൽ അങ്ങനെയല്ല വരേണ്ടത്. അത് വരേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വലതു ഭാഗത്തുള്ള കടകളെ എത്തിച്ചിങ്ങനെ പോവുകയും മത്സ്യവും ഉണക്കമീനെല്ലാം കൂടി അങ്ങേ അറ്റം വരുമ്പോൾ നമുക്കൊരു എക്സിബിഷൻ സംവിധാനത്തിൽ പോലും തന്നെ എല്ലായിടത്തെയും ജനങ്ങൾക്കത് സ്പർശിക്കത്തക്ക രീതിയിലും കച്ചവടം ചെയ്യത്തക്ക രീതിയിലും ഒക്കെ ഉണ്ട്. അപ്പോൾ ചീനി ഒരിടത്തിരിക്കുന്നു, ഉണക്കമീൻ ഒരിടത്തിരിക്കുന്നു, അതുപോലെ ഉമ്മിക്കരി ഒരിടത്തിരിക്കുന്നു, അതുപോലെ മറ്റു കാര്യങ്ങളിരിക്കുമ്പോൾ അതിനെ വലിവനുസരിച്ച് ഉള്ളിലോട്ട് പോകുന്നതനുസരിച്ച് ഒരു കുടിവെള്ളം കൊടുക്കുന്നിടത്താണെങ്കിൽ ആ കുടിവെള്ളം കുടിച്ചിട്ട് വരുമ്പോൾ ഒരു സാധനം വിൽക്കും. അപ്പോൾ ഇത് അങ്ങനെയല്ല വിൽക്കുന്നത്. ഇത് ഓരോ കച്ചവടക്കാരുടെയും താല്പര്യം അനുസരിച്ച് മുഷ്ക് കാണിച്ച് രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും സ്വാധീനം ഉണ്ടെങ്കിൽ ആ സ്വാധീനമൊക്കെ ഉപയോഗിച്ച് എല്ലാവരും ഓരോന്നും ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊക്കെ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അത് ശരിയല്ല. കാരണം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാജ്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ വ്യക്തികളുടെ ആവശ്യത്തിന് വേണ്ടിയോ അല്ല രാഷ്ട്രീയം ഉപയോഗിക്കുന്നത്. പൊതുനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു പൊതു കൗൺസിലറോ ഒരു MLA യോ MP യോ എന്നൊക്കെ ഉപയോഗിക്കുന്ന പറഞ്ഞാൽ അത് അവരുടെ സ്വകാര്യതയ്ക്കേ അല്ല. ഇപ്പം നമുക്ക് പാർലമെൻറ്റിൽ ഒരാളെ പറഞ്ഞു വിടുന്നതെന്ന് പറഞ്ഞാൽ 13 ലക്ഷം ആൾക്കാർക്ക് വേണ്ടി ഒരു പ്രതിനിധി, അത് 13 ലക്ഷം ആൾക്കാരുടെ ആഗ്രഹങ്ങളാണ് അവിടെ പറയേണ്ടത്. അതുപോലെ ഒരു കൗൺസിലർ പോകുന്നതെന്ന് പറഞ്ഞാൽ 1100 1200 വോട്ടർമാരാണ്. ആ 1100 വോട്ടർമാർ AORB കോൺഗ്രസോ BJP യോ SDP മറ്റോ CPM ഒന്നും ബാധകമല്ല. ജയിച്ചു കഴിയുമ്പോൾ നമ്മുടെ കൗൺസിലറായി അവർക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ക്ഷേമങ്ങളിൽ കൊണ്ടിരിക്കാം. അപ്പം എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുകയോ എടുക്കുകയോ ചെയ്യാൻ അതും താമസിക്കത്തില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമുക്കെല്ലാം കൈവഴിയാകണം, മറ്റുള്ളവർക്ക് ഇതിനെക്കൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാകരുത്. അങ്ങനെ ഒരു ദുർബല മനസ്സാണ് ഈ നാട് നശിക്കാനും ഈ രാജ്യം നശിക്കാനുമുള്ള സാഹചര്യങ്ങളിലേക്ക്. അതുകൊണ്ട് എന്നെക്കൊണ്ട് എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ ചന്തയുടെ ഈ വഴി വളരെ വ്യക്തമായിട്ട് സഞ്ചാരയോഗ്യമാക്കുകയും ഇവിടെ ലൈറ്റ് സ്ഥാപിക്കുകയും ആ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഭാഗത്ത് അതുപോലെ വെഹിക്കിളിൻ്റെ ആയാലും ശരി പോലീസിൻ്റെ ആയാലും ശല്യങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ കസ്റ്റമറിന് ഒരു മനസ്സിന് സന്തോഷം ഉണ്ടാക്കാത്ത രീതിയിൽ വന്നാൽ മാത്രമേ എന്തും വിജയിക്കൂ.